ആർത്തവ വിരാമം ഒരു പുതിയ തുടക്കം. ഇലകൾ കൊഴിഞ്ഞ അസ്ഥികൂടമായ കൂറ്റൻ മരങ്ങൾ, ഉണങ്ങിക്കരിഞ്ഞ് നിലംപൊത്തിയ അസംഖ്യം കുറ്റിച്ചെടികൾ, വറ്റിവരണ്ട പുഴയുടെ മൃതദേഹം, കണ്ണെത്താ ദൂരത്തോളം മണൽക്കാടുകൾ. മാസമുറ തെല്ലൊന്നു വൈകിയാൽ, ശരീരത്തിന് ഉഷ്ണം അനുഭവപ്പെട്ടാൽ, മധ്യവയസ്സോടടുത്ത സ്ത്രീകൾ ആർത്തവ വിരാമം സ്വപ്നം കണ്ടു തുടങ്ങും. ജീവന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു ലോകത്ത് ഒറ്റയ്ക്ക് എത്തിപ്പെടുന്ന സ്വപ്നം. നിറമങ്ങിയ ആ ലോകത്തിന്റെ ഭീകരത കണ്ട് അവർ രാത്രികളിൽ ഞെട്ടിയുണരും. ആർത്തവ വിരാമത്തോടെ ജീവിതം അവസാനിക്കുന്നു എന്ന ചിന്തയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് മധ്യവയസ്സ് എത്തിയ സ്ത്രീകളെ നയിക്കുന്നത്. എന്നാൽ ആർത്തവ വിരാമത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല. അത് ഇന്നുവരെ കാണാത്ത, അനുഭവിക്കാത്ത പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ആ ജീവിതത്തിന് മക്കളും കൊച്ചുമക്കളുമൊക്കെ സന്തോഷത്തിന്റെ സ്നേഹമഴ പെയ്യിച്ച് തൊട്ടരികിൽ തന്നെ ഉണ്ടാവും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ പല ജീവിതഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ആദ്യാർത്തവം, ഗർഭധാരണം, പ്രസവം ഇവ പോലെ സ്ത്രീ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവാണ് ആർത്തവ വിരാമവും. ആർത്തവം നിലയ്ക്കുക എന്നാൽ പ്രത്യുൽപാദനക്ഷമത അവസാനിക്കുന്നു എന്നതു മാത്രമാണ്. പക്ഷേ അത് മറ്റൊരു ജീവിതാവസ്ഥയുടെ തുടക്കം കൂടിയാണ്. ആർത്തവം അപ്രത്യക്ഷമാവുകയും ഗർഭധാരണശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ത്രീ ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവാണ് ആർത്തവ സമാപ്തി. ഇതൊരു സ്വാഭാവിക പ്രവർത്തനമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതാണ് സ്ത്രീകളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഇതൊരു രോഗാവസ്ഥയാണെന്നും ഇനി ജീവിതം വിരസമായിരിക്കുമെന്നുള്ള ധാരണയാണ് പൊതുവെ സ്ത്രീകൾ വെച്ചുപുലർത്തുന്നത്. അതുകൊണ്ടുതന്നെ വളരെ ഭയാശങ്കയോടെയാണ് ആർത്തവ വിരാമത്തെ സ്ത്രീകൾ സ്വീകരിക്കുന്നത്. ഇത്തരം ആശങ്കകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇതുവരെ എങ്ങനെ ജീവിച്ചോ അതിലും സ്പഷ്ടമായും തൃപ്തിയുള്ളതുമായ ബാക്കി ജീവിതത്തിന്റെ പുതിയ തുടക്കവുമായി മാത്രം ആർത്തവ വിരാമത്തെ സമീപിച്ചാൽ മതി. എന്നാൽ മുമ്പത്തെ അപേക്ഷിച്ച് അല്പം മുൻകരുതലുകളും ഒരുക്കങ്ങളും ആവശ്യമുണ്ടെന്ന് മാത്രം. വാർദ്ധക്യത്തിന്റെ ലക്ഷണമല്ല. ആർത്തവം നിലയ്ക്കുന്നത് വാർദ്ധക്യമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ആർത്തവവും വാർദ്ധക്യവുമായി യാതൊരു ബന്ധവുമില്ല. ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് കരുതി യൗവനത്തിന്, സൗന്ദര്യത്തിന് പ്രത്യക്ഷത്തിൽ കോട്ടമൊന്നും തട്ടുന്നില്ല. എന്നാൽ ചിലരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചർമ്മം ചുളിയുകയും വണ്ണം വയ്ക്കുകയോ വയർ ചാടുകയോ ചെയ്യും എന്നു മാത്രം. ആർത്തവ വിരാമത്തിന് പ്രായവുമായും പാരമ്പര്യവുമായും ബന്ധമുണ്ട്. എങ്കിലും ജീവിതരീതിയാണ് ആർത്തവ വിരാമത്തെ നിശ്ചയിക്കുന്നതെന്ന് പുതിയ കണ്ടെത്തലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ആർത്തവ വിരാമം സംഭവിക്കുന്ന ശരാശരി പ്രായം 45-നും 50-നും ഇടയിലാണ്. എന്നാൽ ഇത് വർദ്ധിച്ചു വരുന്നതായി കാണാം. ഇപ്പോഴത് 49-നും 55-നിടയിലാണ്. പോഷകക്കുറവുള്ള സ്ത്രീകളിൽ നേരത്തെ ആർത്തവ വിരാമം ഉണ്ടായി എന്ന് വരാം. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് ഈസ്ട്രോജന്റെ ഉൽപ്പാദനത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. ഇതിനാൽ വണ്ണം കുറഞ്ഞ സ്ത്രീകളിൽ തടിച്ച ശരീരപ്രകൃതമുള്ള സ്ത്രീകളെക്കാൾ നേരത്തെ ആർത്തവ വിരാമം ഉണ്ടാകുന്നു. ആർത്തവം നിലയ്ക്കുന്നതോടെ മുടി നരയ്ക്കുമെന്നും ശരീരത്തിന് ശക്തിയും ഓജസ്സും നഷ്ടപ്പെടുമെന്നും കരുതാനാവില്ല. ജീവിതത്തിലെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും കൂടുതലുള്ള കാലത്താണ് സ്ത്രീകളിൽ ആർത്തവ വിരാമം സംഭവിക്കുന്നത്. ഓഫീസുകളിലും മറ്റും ജോലി നോക്കുന്ന സ്ത്രീകളെ ആർത്തവ വിരാമത്തിന്റെ അസ്വസ്ഥതകൾ വല്ലാതെ അലട്ടിയെന്നിരിക്കും. ഇത് ഓഫീസ് ജീവിതത്തെയും കുടുംബജീവിതത്തെയും താറുമാറാക്കാനിടയുണ്ട്, പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന്റെ ആദ്യ നാളുകളിൽ. ഉഷ്ണം പറയ്ക്കൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. നിരന്തരം ദേഷ്യക്കാരായ അധ്യാപികമാരും ബാങ്ക് ഉദ്യോഗസ്ഥയായ സ്ത്രീകളെയുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ആർത്തവ വിരാമത്തിന്റെ ബുദ്ധിമുട്ടുകൾ അവരുടെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കാനിടയുണ്ട്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായി ആർത്തവ വിരാമം സംഭവിച്ച ശേഷവും ഓഫീസിലേക്ക് കടന്നു ചെല്ലുക. ഇതിന് സുഹൃത്തുക്കളായ സ്ത്രീകളുടെയും കുടുംബാംഗങ്ങളുടെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും ആവശ്യമുണ്ട്. ആർത്തവം നിലച്ചുവെന്ന് സ്വയം കണ്ടെത്തുന്നത് നല്ലതല്ല. ആർത്തവം നിലയ്ക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം. അതുകൊണ്ട് വൈദ്യപരിശോധനയിലൂടെ വേണം ആർത്തവ വിരാമം ഉറപ്പിക്കാൻ. ആർത്തവ വിരാമം ശരീരത്തെയും മനസ്സിനെയും പലതരത്തിൽ ബാധിക്കുന്നതുകൊണ്ട് കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധനകളും ചികിത്സയും ആവശ്യമാണ്. ശരീരത്തിൽ, പ്രത്യേകിച്ച് സ്തനങ്ങളിലും മറ്റും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ആർത്തവ വിരാമത്തിൻ്റേതാണെന്ന് സ്വയം നിശ്ചയിക്കാതെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തണം. ആർത്തവം നിലച്ചാൽ പിന്നീട് 6 മാസം കൂടുമ്പോൾ വൈദ്യപരിശോധന നടത്തുന്നത് നല്ലതാണ്. രക്തസമ്മർദ്ദം, എല്ലുകളുടെ ആരോഗ്യം, ഗൈനിക് പരിശോധന തുടങ്ങിയ പരിശോധനകൾ നടത്തണം. ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കണം. സൗന്ദര്യം സംരക്ഷിക്കേണ്ടത്. ആർത്തവ വിരാമത്തോടെ ഹോർമോൺ നിലയ്ക്കുമ്പോൾ ശരീരത്തിന്റെ മിനുസവും ആകർഷണവും ചിലർക്കെങ്കിലും നഷ്ടമാവാം. 50-ഉം 60-ഉം കഴിഞ്ഞ സിനിമാ താരങ്ങൾ ഇന്നും 25-ന്റെ മേനിയഴകിൽ തിളങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെടേണ്ട. കൃത്രിമ മാർഗത്തിലൂടെ ചർമ്മത്തിന്റെ സ്വാഭാവികത നിലനിർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇതിനായി പ്രത്യേകതരം ലോക്കൽ ഇഞ്ചക്ഷനുകളുണ്ട്. നല്ല പോഷകാഹാരവും നല്ല വ്യായാമവും ഉണ്ടെങ്കിൽ ശരീര സൗന്ദര്യത്തെ ആർത്തവ വിരാമം വികൃതമാക്കില്ല. ജിംനേഷ്യങ്ങളിൽ ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾക്കായി പ്രത്യേക എക്സർസൈസുകളുണ്ട്. മുഖത്തിന്റെയും കണ്ണിന്റെയും തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ സ്വയം പരിരക്ഷ ആവശ്യമാണ്. ആർത്തവ വിരാമം മനസ്സിനെ തളർത്താതിരുന്നാൽ ശരീരത്തെയും തളർത്തില്ല. ഭർത്താവും കുട്ടികളും കൊച്ചുമക്കളെയും ഉണ്ടെങ്കിൽ അവരുമായും കൂടുതൽ സമയം ചിലവഴിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്താൽ ആർത്തവ വിരാമം സ്ത്രീജീവിതത്തെ യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല.